ഡോക്ടർ പ്രേംകുമാറിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ട ആ കമ്പനിയുടെ സൈറ്റ് അതെന്ന് പറയുന്നത് അബുദാബിയിലെ എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനിയാണ്. ഈ കമ്പനിയാണ് വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് ആണ് എന്ന മട്ടിൽ മനോരമ വലിയ വാർത്തയാക്കുന്നു. തൊട്ടുപുറകെ അത് വലിയ തോതിൽ വാർത്താ സമ്മേളനം നടത്തുന്നു, എല്ലാവരും ഏറ്റെടുക്കുന്നു, പ്രതിപക്ഷ നേതാവ് സംസാരിക്കും. ഇതെല്ലാം സംഭവിച്ചത് ആ യഥാർത്ഥ അബുദാബിയിലെ കമ്പനിയുടേതാണ്. അവർ ഈ അവസ്ഥയിലാണ് ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചത്. അതാണ് എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനി എന്നുള്ളത്. ഞാൻ ഡോക്ടർ പ്രേംകുമാറിലേക്ക് വരികയാണ്. ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ തോമസ് ഐസക്കിൻ്റെ FB പോസ്റ്റിനെ കുറിച്ച് ഞാൻ ആദ്യം സംസാരിച്ചു. ഇന്നലത്തെ ചാനൽ ചർച്ചകളിൽ ഡോക്ടർ പ്രേംകുമാർ ഏതോ ഒരു ചാനൽ ചർച്ചയിൽ ക്ലാസ് എടുക്കുന്നത് കണ്ടു. ഇതിൻ്റെ വ്യത്യാസത്തെക്കുറിച്ച് ഇത് രണ്ട് കമ്പനിയാണ്, നിങ്ങളിങ്ങനെ അബദ്ധത്തിൽ ചെന്ന് ചാടരുത്, പരിശോധിച്ചാൽ വേഗം മനസ്സിലാകുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കുന്നത് കണ്ടു. അത്രയും റിയാലിറ്റി. അപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കൾ ആരൊക്കെയോ പറഞ്ഞു ഞങ്ങളുടെ ഒരു ഇത് ആരോട് പറയാൻ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ പ്രേംകുമാർ ആ ചർച്ച അവസാനിപ്പിച്ചിട്ടുണ്ടാകണം എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ഇന്ന് നോക്കൂ, അത് ഒരബദ്ധം പറ്റിയതാണെങ്കിൽ ഇന്ന് ആ വിഷയത്തിൽ വന്നിട്ടുള്ള പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതടക്കം ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? പ്രതിപക്ഷ നേതാവ് ഷോൺ ജോർജ് എന്ന PC ജോർജിൻ്റെ മകനും BJP നേതാവും പറഞ്ഞത് കേട്ട് മുഖ്യമന്ത്രി വെളിപ്പെടുത്തണം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇത് ഗുരുതരമായി ഞെട്ടിക്കുന്ന ഏർപ്പാടാണെന്നൊക്കെ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനും ഇന്ന് മൗനം. യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഇവരൊക്കെ ഞാൻ പ്രതിപക്ഷ നേതാവിനെ പറയുന്നില്ല, തിരുത്തൽ പ്രതീക്ഷിക്കേണ്ടതില്ല, ഷോൺ ജോർജിനെ ആ വഴിക്ക് വിടാം. പക്ഷേ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ഇന്നലെ കാണിച്ച താല്പര്യം, തങ്ങൾക്കടക്കം അബദ്ധം പറ്റി, പിശകു പറ്റി എന്നതാണ് ശരിയെങ്കിൽ അത് തിരുത്താനും ശരിയായ ചർച്ചകൾ നൽകാനും വാർത്ത നൽകാനും മാധ്യമങ്ങൾക്ക് കേരളത്തിൽ ഉത്തരവാദിത്വമില്ലേ? അതുകൂടി ചേർത്ത് ഡോക്ടർ പ്രേംകുമാർ. മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ കേരളത്തിലുള്ളത് മാധ്യമങ്ങളാണോ മാധ്യമ പ്രവർത്തകരാണോ ഈ കോട്ടുകൂട്ടി ഇരിക്കുന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുള്ള ആളാണ് ഞാൻ ഇന്നലെ ക്ലാസ് എടുക്കുന്നതല്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞിരുന്ന ചർച്ചയിൽ അരുൺകുമാറിനോട് പറഞ്ഞത്, നിങ്ങൾ ദയവീതി എക്സാലോജിക് സൊല്യൂഷൻസ്, ADCB, ദുബായ്, PWCയിൽ നിന്ന് ഫണ്ട് എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയരുത്. കാരണം ആ കമ്പനി ദുബായ് മീഡിയ കൗൺസിൽ കംപ്ലൈന്റ് കൊടുത്താൽ വിത്തിൻ അവേഴ്സ് നിങ്ങളുടെ ട്രാൻസ്മിഷൻ ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടാം. മുന്നേ ഇതേ അവസ്ഥയിലേക്ക് മലയാളത്തിലെ കുറെ ചാനലുകൾ ചെന്നെത്തിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ആരുടെയൊക്കെ കൈയും കാലും പിടിച്ച് കരഞ്ഞിട്ടാണ് അന്ന് രക്ഷപ്പെട്ടെന്നുള്ളത്. അന്ന് ഷാർജ സുൽത്താൻ കൈക്കൂലി വാങ്ങിയെന്ന് ഇവിടുന്ന് പിണറായി വിജയനെ കൂട്ടാൻ വേണ്ടി വിളിച്ചു പറഞ്ഞതായിരുന്നു. അത് അവിടെയുള്ള ചില ആളുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടുത്തെ ഓഫീസ് കൊടുത്തപ്പം ഇത് എയർ ചെയ്ത ചാനലുകളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. രക്ഷപ്പെട്ടതാണ് കഷ്ടിക്ക്. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിൽ നിങ്ങൾ പറയുന്ന ഓർഡറിലല്ല ഇത് സംഭവിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് മനോരമയിൽ ആദ്യം വാർത്ത വരിക, അതിനുശേഷം ഷോൺ ജോർജ് പത്രസമ്മേളനം നടത്തുക, പിന്നെ VD സതീശൻ പറയുക. അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. VD സതീശന്റെ ഓഫീസിൽ നിന്ന് പ്ലാൻ ചെയ്യുക, അത് ഷോൺ ജോർജിന് ഇന്റിമേറ്റ് ചെയ്യുക, ഷോൺ ജോർജ് ആ വിവരം മനോരമയ്ക്ക് കൊടുക്കുക. എന്നിട്ട് മലയാളികൾക്ക് തോന്നുന്ന പോലെ ഇതിന്റെ റിവേഴ്സ് ഓർഡറിൽ ക്രിയേറ്റ് ചെയ്യാണ്. കാരണം 11 മണിക്ക് പത്രസമ്മേളനം നടത്തുമ്പോൾ ഷോൺ ജോർജ് പറയുന്നത് ഇന്ന് രാവിലെ ചില പത്രങ്ങളിൽ വന്നതുപോലെ എന്നാണ്. വൈകിട്ട് മനോരമ ന്യൂസിൽ ചർച്ച നടത്തിയിട്ട് ഷാനി പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ അഡ്വക്കേറ്റ് അരുൺകുമാറാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾക്ക് ഇതിൽ അഭിപ്രായമൊന്നുമില്ല, നിങ്ങൾ അയാളെ വിളിച്ചിട്ടുണ്ടോന്നു ഇയാളെ വിളിച്ചിട്ടുണ്ടോന്നു നിങ്ങൾ തമ്മിൽ പറഞ്ഞുകൊള്ളൂ. അതായത് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ വെറും മൈക്ക് ഓപ്പറേറ്റർമാരായി പോകുന്ന അവസ്ഥയിലേക്ക് ആണ് കാര്യങ്ങൾ. വലിയ ഉത്തരവാദിത്തമുള്ള മാധ്യമ പ്രവർത്തകർ. ഇനി അതിനേക്കാൾ രസം, അതായത് സെക്ഷൽ പെർവേർട്ട് ആണെന്ന് പല രീതിയിൽ തെളിയിക്കപ്പെട്ടിട്ട് ഒരു മനുഷ്യനെ പ്രതീക്ഷയുടെ പൊൻകിരണമായിട്ട് കാണുന്ന ആളാണ് മലയാളത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അവതാരകൻ. ഈ മാധ്യമങ്ങളെ പറ്റിയിട്ടാണ് ശരത് എന്നോട് ചോദ്യം ചോദിക്കുന്നത്, തിരുത്തേണ്ട ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്ക് ഇല്ലേ എന്നുള്ളത്. രാവിലെ വന്ന വാർത്ത വൈകുന്നേരമായിട്ടും എല്ലാവർക്കും റിസർച്ച് ഡെസ്കും ഫാക്ട് ചെക്കിങ്ങും എല്ലാ പരിപാടികളും ഉണ്ട്. പക്ഷെ വാർത്തകൾ കംപ്ലീറ്റ് കൊടുക്കുന്നത് സംഘപരിവാറിന്റെ ഓഫീസിൽ നിന്ന് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് VD സതീശന്റെ ഓഫീസിലെ മീഡിയ സെല്ല് വഴിയുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നതിൽ മഹാഭൂരിപക്ഷവും. അതുകൊണ്ടാണ് കേരളത്തിലുള്ള ഒരുവിധപ്പെട്ട പ്രധാന വാർത്തകളൊന്നും നമ്മൾ അറിയാത്തതും അല്ലാത്ത വാർത്തകളെല്ലാം അറിയുന്നതും. ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഈ എക്സാലോജിക് സൊല്യൂഷൻസ് എന്നുള്ള 5 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന 400-ലധികം ജീവനക്കാരുള്ള കമ്പനിയെ പറ്റി, മലയാളികളുടെ കമ്പനിയെ പറ്റി നമ്മൾ ഇതിന്റെ മുന്നൊരു പോസിറ്റീവ് വാർത്ത കേൾക്കേണ്ടതായിരുന്നു. അത് കേൾക്കില്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നില്ല എനിക്കറിയില്ല. ഞാൻ പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്നുള്ളത്. ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ UDFന്റെ നേതാക്കന്മാർക്ക്, 2ാം സ്ഥാനത്ത് മീഡിയയിലുള്ള ആളുകൾക്ക്, പിന്നെയുള്ള കുറെ ഒരു വലിയ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതായത്
മറുനാടനിൽ തുടങ്ങി മലയാള മനോരമയിലൂടെ ഇങ്ങനെ പോകുന്ന മീഡിയയുടെ ആളുകൾ, പിന്നെ കുറെ നമ്മൾ പോസ്റ്റ് മോഡേൺ പോമോ, CPM നന്നാക്കികൾ എന്ന് പറയുന്ന സുഡാപ്പികൾ, പരിസ്ഥിതി, പ്രകൃതി, സാഹിത്യം എന്നൊക്കെ പറഞ്ഞ കുറെ ആളുകൾ ഏകദേശം ഭ്രാന്ത് വന്ന അവസ്ഥയിലാണ്. ഡെസ്പറേറ്റ് ആയിട്ട് ഫ്രസ്ട്രേഷന്റെ അങ്ങേ തലയിലെത്തിയിട്ട് ഭ്രാന്ത് വന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഇവരുടെ പല വർത്തമാനങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിത്തരിച്ചു പോകുന്നത്. അത് KS ഹരിഹരനെ പോലെയുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ലെഫ്റ്റിസ്റ്റ് പൊളിറ്റീഷ്യൻ എങ്ങനെയാണ് മഞ്ജു വാര്യരുടെ പോണോ വീഡിയോ കണ്ടാൽ നന്നായിരുന്നു എന്ന് പറയുന്നത്? എനിക്ക് ഒറ്റ ഉത്തരമേ അതിനുള്ളൂ. അദ്ദേഹം എത്തി നിൽക്കുന്ന പൊളിറ്റിക്കൽ ഫ്രസ്ട്രേഷൻ ആണ് അത് സൂചിപ്പിക്കുന്നത്. VD സതീശനെ പോലെ, ഞാൻ ഇപ്പോഴും പറയുന്നു, VD സതീശനെ പോലെ തോമസ് ഐസക്കിനോടൊക്കെ, ഡോക്ടർ തോമസ് ഐസക്കിനോടൊക്കെ ഒക്കെ ബജറ്റിന്റെ വിശദമായ വിവരങ്ങൾ 3-4 മണിക്കൂർ ഇരുന്ന് ഡിബാറ്റ് ചെയ്തിരുന്ന VD സതീശനാണ് ഈ മാതിരി വിവരക്കേടും വിഡിത്തവും വിളിച്ചു പറയുന്നത്. അതായത് ഫ്രസ്ട്രേഷന്റെ പടുകുഴിയിൽ എത്തിയിരിക്കുന്നതാണ്. ഇത് ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഇത് ഇടതുപക്ഷത്തെ ദോഷകരമായാണ് ബാധിക്കുക. കാരണം ഇടതുപക്ഷത്തിന് ജനങ്ങളിൽ, LDFന്, CPM മന്ത്രിസഭയ്ക്ക് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസത്തെ ഒരു തരത്തിലും ഇത് തകർക്കില്ല. അത് സേഫ് ആണെന്ന് കരുതരുത്. കാരണം ശക്തിയില്ലാത്ത, ട്രാൻസ്പെറൻസി ഇല്ലാത്ത, റിലയബിൾ അല്ലാത്തൊരു പ്രതിപക്ഷവും അതുപോലുള്ള ഒരു മീഡിയയും ഉള്ള നാട്ടിൽ ഭരിക്കുന്ന പാർട്ടികൾ, ഭരിക്കുന്ന മുന്നണികളാണ് ക്രൈസിസിലാവുക. കാരണം അവരുടെ അലേർട്ട്നെസ്, ജാഗ്രത കുറവാണ് ഉണ്ടാവുക. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. പണ്ടൊക്കെ ഈ സ്വർണ്ണ കള്ളക്കടത്തിന്റെയും ഖുറാന്റെയും ഒക്കെ കഥകൾ ഒരു 2 മാസം 3 മാസം ഒക്കെ ഓടിയിട്ടാണ് കള്ളക്കഥകളാണെന്ന് അറിയാം. ഇപ്പൊ നിമിഷങ്ങൾ വെച്ച് പൊളിഞ്ഞു പോവുകയാണ്. നോക്കൂ, ഇയാളുടെ കുഴൽനാടന്റെ കേസ് പൊട്ടിപ്പൊളിഞ്ഞു, വിജിലൻസ് എന്ന് പറഞ്ഞിട്ട്. ഇന്നിത് ഷോണിന്റെ കേസ്. സത്യത്തിൽ വീണ തൈക്കണ്ടിയിൽ ഇവർ അഭിനന്ദിക്കുകയാണ് ഇതിലെ കഥാപാത്രങ്ങൾ വിജിലൻസ് കോടതിയിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കുന്നു. ശ്രീ പ്രേംകുമാർ, അതായത് ഇതിലൊരു പുതിയ കഥാപാത്രമായി ഷോൺ കൂടി എത്തി എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. കുറെ കാലമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിലേക്ക് ഇങ്ങനത്തെ ഒരു നില കൈവരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അദ്ദേഹം കൊടുത്ത ഹർജി പോലും കോടതി ഇന്ന് തള്ളിയ അവസ്ഥയാണ്. ഇതിലേക്ക് വരാൻ എന്തുകൊണ്ടും അത് വൃത്തികേട് എന്നുള്ളത്, ധാർമ്മികത ഇല്ലായ്മ എന്നുള്ളത്, തോന്നിവാസം പറയാനുള്ള ലൈസൻസ് എന്നുള്ള കാര്യത്തിൽ ഈ ടീമിലേക്ക്, അതായത് കേരളത്തിലെ UDFന്റെയും കുറെ എന്താ പറയാ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള പോലെ വിളിച്ചു പറയുന്ന മാധ്യമങ്ങളുടെയും ഇടയിലേക്ക് വരാൻ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും യോഗ്യൻ പൂഞ്ഞാർ സിംഹം PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് തന്നെയാണ്. അദ്ദേഹം അത് സംശയമില്ലാതെ തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. കുഴൽനാടനേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലാണ് ഷോൺ ജോർജ്. അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ കുഴൽനാടനെ വിട്ടിട്ട് ഷോൺ ജോർജിനെ എംബ്രേസ് ചെയ്യുന്നത്. പക്ഷേ അത് കേരളത്തിൽ കോൺഗ്രസിനും ഓപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനും ഉണ്ടാക്കുന്ന നഷ്ടം അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഇവരോട് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല. കാരണം ഇവരുടെ ബുദ്ധി നേരാവണ്ണം പ്രവർത്തിക്കുന്നത് അവസാനിച്ചിട്ട് എത്രയോ കാലമായി. ഒരു പച്ചക്കള്ളം പറഞ്ഞതാണിത്. പക്ഷെ പച്ചക്കള്ളം പറയുമ്പോ ദുബായിൽ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടായിപ്പോയി. ശരത്തൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പേരിൽ അവിടെ ഒരു കമ്പനി ഇല്ലായിരുന്നുവെങ്കിൽ പിണറായി വിജയന്റെ ഉത്തരവാദിത്തം ആയേനെ. ഞാൻ അവിടേക്ക് ഫണ്ട് കൊണ്ടുപോയില്ല തെളിയിക്കേണ്ടത്. അതെ, ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ. അത് വളരെ പ്രധാനമാണ്. പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഈ സംഭവങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വന്നപ്പോൾ പ്രതികരിച്ചപ്പോൾ പറഞ്ഞ വാചകം എനിക്ക് തോന്നുന്നു ഈ സ്പേസിൽ ഒന്നുകൂടി കാണേണ്ടതാണ്. ഇപ്പോൾ പ്രേംകുമാർ പറഞ്ഞതുമായി അതിന് വലിയ പൊരുത്തമുണ്ട്. ഒന്ന് കാണാം പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത്. പ്രൈസ് വാട്ടർ ഒന്ന്, വിദേശത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മറ്റൊരാൾക്കും ജോയിൻ്റ് ആയിട്ടൊരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിലേക്ക് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും SNC ലാവനിൽ നിന്നും പണം വന്നിരിക്കുന്നു എന്നാണ് ആരോപണം. ഇങ്ങനൊരു അക്കൗണ്ട് ഉണ്ടോ ഇല്ലേ എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം. 1. 2, ഈ അക്കൗണ്ടിലേക്ക് ഈ പറയുന്ന പ്രധാനപ്പെട്ട കമ്പനികളിൽ നിന്ന് പണം വന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ശരിയാണോ അല്ലെന്ന് അദ്ദേഹം പറയണ്ടേ? അദ്ദേഹമാണ് പറയേണ്ടത്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ മകളുടെ പേരിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാവുകയും ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടാവുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരാളുടെ ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടാവുകയും അതിൽ നിന്ന് പണം വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ കാര്യമാണ്. അതുണ്ടോ ഇല്ലയെന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ആണെങ്കിൽ ഞെട്ടിക്കുന്ന ആരോപണം ആണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണ്. ശരിയാണോ അല്ലേ എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ഒരു അവകാശമുണ്ട്, അല്ലേ? മുഖ്യമന്ത്രിക്ക് ഒരു അവകാശമുണ്ട്. ശരിയാണോ അല്ലേ എന്ന് പറയാം. അദ്ദേഹം അത് പറയട്ടെ. നേരത്തെ സംഭവിച്ചതുപോലെ അത് ശരിയാണ് എന്ന് വരും. അതുകൊണ്ട്
റൈറ്റ് ഏറ്റവും പെട്ടെന്ന് ഇവിടെയാണ് ഇപ്പോൾ പ്രേംകുമാർ പറഞ്ഞത് ശരിയാവുന്നത്. അതായത് ദുബൈയിൽ അങ്ങനെ ഒരു കമ്പനി ഇല്ലായിരുന്നുവെങ്കിൽ ഈ കഥയുടെ പുറത്ത് ഇന്നലത്തെ ചർച്ച ഇന്നും തുടർന്നേനെ. ഒരു രസകരമായ കാര്യം, ഇന്നലെ ചർച്ച ചെയ്ത ഒരു മാധ്യമവും ഇന്ന് ഈ വിഷയത്തിൽ ശരിയായ വിവരങ്ങൾ, വസ്തുതകൾ, ആ കമ്പനിയുടെ അക്കൗണ്ടുകൾ, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ചർച്ചയ്ക്കേ ഇല്ല എന്നതുകൂടി പറയട്ടെ.